പ്രിയപ്പെട്ട ഫ്രണ്ട്സ്, ഇന്ന് ഈ വോയിസിന് ആധാരം കെ മനോജ് കുമാർ സാറിൻ്റെ അഥവാ നമ്മുടെ ജോയിൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ ഇന്നത്തെ സർക്കുലറാണ്. 24 ജൂലൈ 2024 ഇറക്കിയ സർക്കുലറാണ്. ഇതിൽ പ്രത്യേകം പ്രതിപാദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വാഹനങ്ങളുടെ GPS പലപ്പോഴും അപ്രൂവ്ഡ് സ്റ്റാറ്റസിലായിരിക്കും. അതുപോലെ തന്നെ വാലിഡിറ്റി സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സുമായിരിക്കും എല്ലാ വെഹിക്കിൾ ഓണേഴ്സും. പക്ഷേ അത് ഫങ്ഷനിങ് ആണെന്നുള്ള ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കും നൽകുന്നുണ്ട്. ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത്, പലരും GPS വെച്ചതിന് ശേഷം ഫിറ്റ്നസ് എടുത്തു കഴിഞ്ഞ് അതിൻ്റെ കണക്ഷൻ വിച്ഛേദിക്കപ്പെടുകയും ടെർമിനൽ വരുന്ന സമയത്തോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലോ ആക്സിഡൻ്റ് ആയിട്ടോ മറ്റോ വാഹനം റിപ്പയറിന് കയറുന്ന സമയത്തോ മറ്റോ റിപ്പോർട്ട് ചെയ്യാതെയാണ് ചെയ്യാറ്. അതത് ഫ്രാഞ്ചൈസികളെ വിളിച്ച് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ കണക്ഷൻ വിച്ഛേദിക്കപ്പെടാവൂ എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. പലരും പാലിക്കാറില്ല. എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് വന്നൊരു വാഹനം കാണാതെ പോകുമ്പോഴോ മണ്ണിനടിയിൽ കുടുങ്ങുമ്പോഴോ മാത്രം നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയമല്ല ഇത്. നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വവും ധാർമ്മികതയെല്ലാം ഇതിൻ്റെ പിറകിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി നമ്മുടെ വാഹനത്തിന് ആവശ്യമായ പാനിക് ബട്ടൺ വെച്ചിട്ടുണ്ടെന്ന്. ഇപ്പോൾ പലരും വില കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടും ലേബർ കോസ്റ്റ് കുറയ്ക്കാനും വയറിംഗ് ഹാർനസ് കുറയ്ക്കാനും മറ്റും ചെയ്യുന്നൊരു പ്രധാന ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാനിക് ബട്ടൺ വേണ്ട, ഒരെണ്ണം മതി. ഒരെണ്ണം പോലും വേണ്ടെന്ന് പറയുന്ന കസ്റ്റമേഴ്സും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇന്ന് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ RTOകളിലേക്കും സർക്കുലർ പോയിട്ടുണ്ട്. അതായത് എല്ലാ വാഹനങ്ങളുടെയും പാനിക് ബട്ടൺ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസുകളിൽ പിഴ നടപടികൾക്ക് അർഹരാവും ഇത്തരം മാനുഫാക്ചറിങ് ചെയ്യുന്നവർ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒഴിവാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുക. നിങ്ങളുടെ അറിവിലേക്കും നിങ്ങളുടെ ശ്രദ്ധയിലേക്കും അറിഞ്ഞില്ല എന്നുള്ള പരാതി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക. പാനിക് ബട്ടൺ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അറിയേണ്ടത്, ട്രക്കുകൾക്ക് ഒരെണ്ണവും 2 വയ്ക്കുന്നതാണ് നല്ലത്. കാരണം ഒരെണ്ണം ഫങ്ഷൻ അല്ലെങ്കിൽ മറ്റൊന്ന് നമ്മളൊരു ലൈഫ് സേവിങ്ങിന് ഉപയോഗിക്കാം. 7 സീറ്റുള്ളതിന് 2 നിർബന്ധമായും, 7 മുകളിൽ 13 സീറ്റ് വരെ 3 13 മുതൽ 23 വരെ 4 24 മുതൽ മുകളിലോട്ട് വരുന്ന ബസ്സുകൾക്ക് സീറ്റിംഗ് കപ്പാസിറ്റി എത്രയാണെങ്കിലും 5 നിർബന്ധമായിട്ടും ഘടിപ്പിക്കണമെന്നാണ്. അപ്പോൾ കുറഞ്ഞ ലാഭത്തിന് വേണ്ടിയോ മറ്റോ അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് മാത്രം GPS വയ്ക്കുക. GPS വെച്ചതിന് നിങ്ങളുടെ കയ്യിൽ GST ബില്ലോ മറ്റോ വാങ്ങിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. GST ബില്ല് വേണ്ടെന്നൊക്കെ ചിലർ പറഞ്ഞുകൊണ്ട് സബ് ഡീലേഴ്സിൽ നിന്നും സാധനമെടുത്ത് ബൈക്കിലും മറ്റും ഓടി നടന്ന് കൊടുക്കുന്ന പ്രവണത പലപ്പോഴും കണ്ടുവരാറുണ്ട്. അത്തരം ആളുകൾ കിറ്റിൽ നിന്ന് 5 ബട്ടണാണെങ്കിൽ പോലും അത് 5 മാറ്റി ഒരു ബട്ടണിൽ വർക്ക് ചെയ്യിക്കുകയും പല MVIമാരും ഇത് ശ്രദ്ധിക്കാതെ അപ്രൂവ് ചെയ്യുന്ന സാഹചര്യം കണ്ടിട്ടുണ്ട്. MVIമാരുടെ ഉത്തരവാദിത്തമാണ് വാഹനത്തിൽ വരുന്ന GPS പ്രോപ്പർ ഫങ്ഷനിങ് ആണെന്നും അതിനാവശ്യമായ പാനിക് ബട്ടൺ നൽകിയിട്ടുണ്ടെന്ന് എന്നുള്ളതും. അപ്പോൾ പല ഓഫീസേഴ്സും മനുഷ്യരോടുള്ള കടപ്പാട് ഓർത്തിട്ടും അവരുടെ പ്രയാസങ്ങൾ ഓർത്തിട്ടും അത് കണ്ണടയ്ക്കാറുണ്ടെങ്കിലും പല കർക്കശ നിലപാട് സ്വീകരിക്കുന്ന ഓഫീസേഴ്സിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും അതാണ് അതിൻ്റെ ശരി. 5 പാനിക് ബട്ടൺ ഉപയോഗിക്കേണ്ടത് 5 ഉപയോഗിക്കുക. മറ്റ് ഡീറ്റെയിൽ എന്തെങ്കിലും വേണമെങ്കിൽ എങ്ങനെയാണ് പാനിക് ബട്ടൻ്റെ ഉപയോഗം എന്നീ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ ജാഫർ, മലപ്പുറം. എൻ്റെ ഫോൺ നമ്പർ 7559000005. ഇത് വാഹന ഉടമകളും മാനുഫാക്ചേഴ്സിനും ഡീലേഴ്സിനും ഒരുപോലെ പ്രയോജനമാകുന്ന വിശ്വാസത്തിലാണ് ഈ വോയിസ്. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യണേ. ശരി.